പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL 11ാം സീസണിലെ പ്ലേ ഓഫ് മത്സരങ്ങൾ ഇന്നായിരുന്നു ആരംഭിച്ചത്. ആദ്യ പ്ലേ ഓഫ് മത്സരത്തിൽ ഏറ്റുമുട്ടിയത് ബംഗളൂരു FC-യും അതുപോലെ തന്നെ മുംബൈ സിറ്റി FC-യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മുംബൈ സിറ്റി പ്ലേ ഓഫ് മത്സരത്തിൽ ഇപ്പോൾ തോറ്റ് പുറത്തായിരിക്കുകയാണ്. മുംബൈ സിറ്റി ഇന്നത്തെ മത്സരത്തിൽ എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് ഇപ്പോൾ ബംഗളൂരു FC-യോട് പരാജയപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വിശദമായതിന്റെ പേര് ചോദിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ തന്നെ കടക്കാം. എന്നാലും പ്ലേ ഓഫിലെ ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റിയും അതുപോലെ തന്നെ ബംഗളൂരു FC തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമായിരുന്നു നടന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ദയനീയമായ പരാജയമാണ് ഇപ്പോൾ മുംബൈ സിറ്റി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് ഇപ്പോൾ ബംഗളൂരു FC-യോട് ഇപ്പോൾ മുംബൈ സിറ്റി പരാജയപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ബംഗളൂരു FC-ക്ക് വേണ്ടി ഗോൾ നേടിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ബംഗളൂരു FC-ക്ക് വേണ്ടി 9ാം മിനിറ്റിൽ സുരേഷ് സിംഗ് വാഞ്ചം എന്ന് പറയുന്ന അവരുടെ ഇന്ത്യൻ താരമാണ് 9ാം മിനിറ്റിൽ ഗോൾ നേടിയത്. അതുപോലെ തന്നെ 42ാം മിനിറ്റിൽ എഡ്ഗർ മെൻഡസ് പെനാൽറ്റിയിലൂടെ അവരെ വീണ്ടും മുന്നിലെത്തിച്ചു. പിന്നീട് 62ാം മിനിറ്റിൽ റയാൻ വില്യംസ് അവർക്ക് വേണ്ടി വീണ്ടും ലീഡെടുത്തു. പിന്നീട് ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയാണ് 76ാം മിനിറ്റിൽ വീണ്ടും ബംഗളൂരുവിന് വേണ്ടി ലീഡെടുത്തത്. അവസാനം അവർക്ക് വേണ്ടി ഗോൾ നേടിയത് ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായ ജോർജ് പെരേര ഡൈസ് ആയിരുന്നു. താരം 83ാം മിനിറ്റിലാണ് അവർക്ക് വേണ്ടി ഗോൾ അടിച്ചത്. അങ്ങനെ ഇതില്ലാത്ത 5 ഗോളുകൾക്കാണ് ഇന്നത്തെ മത്സരത്തിൽ ഇപ്പോൾ മുംബൈ സിറ്റിയെ ബംഗളൂരു പരാജയപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും മിനി ബംഗളൂരുവിനെ കളിക്കേണ്ടത് സെമി ഫൈനലാണ്. ഇവരെ പരാജയപ്പെടുത്തിയതോടുകൂടി ഇപ്പോൾ ബംഗളൂരു FC ISL 11ാം സീസണിലെ സെമി ഫൈനലിലേക്ക് ഇപ്പോൾ യോഗ്യത നേടിയിട്ടുണ്ട്. സെമി ഫൈനലിൽ അവർക്ക് എതിരാളികളായിട്ട് വരുന്നത് FC ഗോവയാണ്. നാളെയാണ് പ്ലേ ഓഫിലെ 2ാം മത്സരം നടക്കുന്നത്. ആ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ജംഷഡ്പൂർ FC-യും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമാണ്. ആ മത്സരത്തിലെ വിജയി സെമി ഫൈനലിന്റെ 2ാം മത്സരത്തിൽ നേരിടേണ്ടത് കരുത്തരായ മോഹൻ ബഗാനെയുമാണ്. എന്നാലും ഇപ്പോൾ പ്ലേ ഓഫിലെ ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി ഇപ്പോൾ തോറ്റ് പുറത്തായിരിക്കുകയാണ്. ബംഗളൂരു FC-ക്ക് സെമി ഫൈനലിലെ എതിരാളികൾ FC ഗോവയാണ്.